കോട്ടയത്തുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. പരവൂർ കലയ്ക്കോട് സ്വദേശികളായ ചാൾസ്, സാൻജോസി ലൂയിസ് എന്നിവരാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട കാർ ദേശീയപാതയുടെ ഭാഗമായ ഉയരപ്പാതയിൽ നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഉമയനെല്ലൂർ മുസ്ലിം ജമാഅത്ത് പള്ളിക്ക് സമീപമായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട കാർ ദേശീയപാതയുടെ ഭാഗമായ ഉയരപ്പാതയിൽ നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറിയിലേക്ക് ഇടിച്ചു കയറിയാണ് കാർ യാത്രികരായ യുവാക്കൾ തൽക്ഷണം മരിച്ചത്. പരവൂർ കലയ്ക്കോട് പാലവിളത്തെക്കതിൽ ഷാജി സാമുവൽ ജാസ്മിൻ ദമ്പതികളുടെ മകൻ ചാൾസ്, കലയ്ക്കോട് തൊടിയിൽ വീട്ടിൽ സെട്രിക് എലിസബത്ത് ദമ്പതികളുടെ മകൻ സാൻജോസി ലൂയിസ് എന്നിവരാണ് മരിച്ചത്. ബീഹാർ സ്വദേശിയായ ലോറി ഡ്രൈവർ ചന്ദേശ്വർ പ്രസാദിന് അപകടത്തിൽ പരിക്കേറ്റു. ഇദ്ദേഹത്തെ മേവറത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഉമയനെല്ലൂർ മുസ്ലിം ജമാഅത്തെ പള്ളിക്ക് സമീപമായിരുന്നു അപകടം. കൊട്ടിയം ഭാഗത്തു നിന്നെത്തിയ കാർ സർവീസ് റോഡിൽ നിന്ന് ഉയരപ്പാതയിലേക്ക് കടന്ന ശേഷം 100 മീറ്റർ എത്തും മുമ്പ് അപകടം സംഭവിച്ചു. നിർമ്മാണം പൂർത്തിയായ ഉയരപ്പാതയിൽ കരാർ കമ്പനിയുടെ ടാങ്കർ ലോറി നിർത്തിയിട്ട് ഡ്രൈവർ ലോറിയുടെ മുൻഭാഗത്തെ ഗ്ലാസ് വൃത്തിയാക്കുകയായിരുന്നു. ഇതിനിടെയാണ് നിയന്ത്രണം വിട്ടെത്തിയ കാർ ലോറിക്ക് മുന്നിലേക്ക് ഇടിച്ചു കയറിയത്. കാർ പൂർണ്ണമായും തകർന്നു. ഓടിക്കൂടിയ നാട്ടുകാർ ഏറെ പണിപ്പെട്ടാണ് കാർ വെട്ടിപ്പൊളിച്ച് ഇരുവരെയും പുറത്തെടുത്തത്. ഉടൻ സമീപത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുവരും മരിച്ചു. സംഭവം അറിഞ്ഞ് കൊല്ലം കടപ്പാക്കടയിൽ നിന്ന് അഗ്നിരക്ഷാസേനയും കൊട്ടിയം പോലീസും സ്ഥലത്തെത്തിയാണ് നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത്. റോഡ് നിർമ്മാണത്തിനായി കരാറെടുത്ത ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനിയുടേതാണ് ടാങ്കർ ലോറി. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം.